ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോ ക്ലാസ് തുടങ്ങുകയാണ്, 13 കുട്ടികളാണ്, തുടങ്ങി 5 ആൾ എത്തിയിട്ടുണ്ട്. എന്താ ബാക്കി 8 കുട്ടികളുടെ? ഈ 5 കുട്ടികളോട് എന്തിനാ ബാക്കി 8 കുട്ടികളെ പറഞ്ഞ് തുടങ്ങുന്നത്? 5 കുട്ടികൾ എത്തിയില്ലേ? അപ്പൊ ക്ലാസിന്റെ തുടക്കത്തിൽ വളരെ പോസിറ്റീവായിട്ട് അൽഹംദുലില്ലാ നമ്മൾ 5 ആളും എത്തിയല്ലോ അല്ലെ, ആ അവരോട് മറ്റവരെ പറ്റി വിഷമം പറയാതിരിക്കുക. അതുപോലെ പറയുന്ന വാക്കുകൾ മാക്സിമം പോസിറ്റീവ് ആയിരിക്കുക. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ. അതായത് ഒരു കുട്ടികൾ എത്തിപ്പെട്ടാൽ തന്നെ അവർ പ്രസൻസ് ഉണ്ടോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യണം. എല്ലാവരും ഒരു ഫ്ലവർ ഇട്ടാട്ടെ, അയ്യോ ഉഷാറുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. എന്തൊരു നല്ല ആ പദപ്രയോഗം പോലും നെഗറ്റീവായ പദപ്രയോഗം ഒട്ടും ഉപയോഗിക്കാതിരിക്കും. മാക്സിമം പോസിറ്റീവ് ഉപയോഗിക്കുക. ഒരു കുട്ടിക്ക് വല്ല പ്രയാസം ഉണ്ടായാൽ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുക. മോളെ എന്തുകൊണ്ടായിരുന്നു, മോനെ എന്തായിരുന്നു പറ്റിയത്, എന്റെ എന്ത് സഹായം മോന് വേണ്ടത്, ആ രീതിയിലാണ് അവരെ അറ്റാച്ച് ചെയ്യേണ്ടത്. ഒരു കുട്ടി വരാതിരുന്നു ഒരു ക്ലാസ്സിൽ, അപ്പൊ ആ ക്ലാസ്സിൽ കുട്ടിയോട് ചോദിക്കുന്നത് മോൻ എന്തു പറ്റി, മോൻ എന്ത് ഹെൽപ്പാണ് വേണ്ടത്, എന്താ വരാത്തത്, നീ എന്തുകൊണ്ടാ വരാത്തത് എന്ന് ചോദിക്കുന്നതിന് പകരം മോൻ എന്തു പറ്റി, മോൻ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ, ഞാൻ ഏത് രീതിയിലാണ് മോനെ ഹെൽപ്പ് ചെയ്യേണ്ടത്, ഇതാണ് ചോദ്യത്തിന്റെ ശൈലി. അതെന്ത് ചെയ്യരുത്, നെഗറ്റീവ് ഉദ്ദേശിച്ച് പോസിറ്റീവ് പറയരുത്. നല്ല മോന, നീ നല്ല മോന എന്ന് പറയുമ്പോൾ ഉദ്ദേശ്യം യു ആർ ബാഡ് എന്നാണ് ഉദ്ദേശം. നല്ല ആളാ, അപ്പൊ നീ നല്ല ആളാന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ ട്യൂണിൽ പറയാതെ പോസിറ്റീവിൽ മാത്രം പറയും. അതാണ് ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഉസ്താദ് അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഉസ്താദിന്റെ 2 ക്ലാസ്സിന് പങ്കെടുത്തിരുന്നു. അൽഹംദുലില്ലാ. ഉസ്താദിന്റെ ദുആർക്കും വേണ്ടി പറയാനാണ്. അൽഹംദുലില്ലാ നല്ല മാറ്റമുണ്ട് ഉസ്താദെ. മാഷാ അല്ലാ, മാഷാ അതായത് കുട്ടികളോട് പുഞ്ചിരിക്കാന് ഞാൻ കുറെ പഠിച്ചു അൽഹംദുലില്ലാ. രണ്ടാമത് അവർ പറയുന്ന കാര്യങ്ങൾ പരിപൂർണമായി കേട്ടു. അല്ലാ. അപ്പൊ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ചിലർ തുമ്പും പാലിൽ അതൊക്കെ പറയും, അതൊക്കെ കേൾക്കന്നെ. അതൊക്കെ കേട്ടു അവർക്ക് ഭയങ്കര റാഹത്തായി. ഇപ്പൊ എന്റെ അടുത്ത് തന്നെ വന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം, എന്താവശ്യം എന്റെ അടുത്ത് വരാൻ തുടങ്ങി. ചെറിയ കുട്ടികളൊക്കെ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഉസ്താദ് വന്തി പഠിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ നല്ല മാറ്റമുണ്ട്. ഉസ്താദോട് പറയേണ്ടത് ദ്വാരക്കണേ തുടരാൻ വേണ്ടിട്ട്, പെട്ടെന്ന് നിന്ന് പോരുത്. ഇൻഷാ അല്ലാ. വളരെ ജസാക്കും ജസാക്കല്ലാഹു ഖൈർ. സന്തോഷായി. വളരെ നല്ലൊരു കാര്യമാണ്. അതായത് കുട്ടികളെ നമ്മൾ കേൾക്കുക ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളെ കേൾക്കുമ്പോൾ അടിമുടി കുട്ടികൾ മാറും. അത് കേൾക്കുന്ന സമയത്ത് അവരടുത്ത് ചെറിയ ചെറിയ വാക്കുപിഴവുകളോ അല്ലെങ്കിൽ അതൊക്കെ അതിലേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം അവൻ എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായും അതെ. അതുപോലെ ഉസ്താദ് പിന്നെ ആഴ്ചകളിൽ ഇപ്പം 14 കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് അവരെ പറ്റിയിട്ട് അന്വേഷിക്കും. എന്തൊക്കെയാണ് അവസ്ഥകൾ, വീട്ടിലെ അവസ്ഥ എന്തൊക്കെയാണ്, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, കയ്യിൽ പൈസ ഉണ്ടോ, ചാവടിക്കാൻ പൈസ വേണം, അങ്ങോട്ട് ചോദിക്കും. അപ്പൊ നല്ല റാഹത്തുണ്ട് അവർക്കൊക്കെ അൽഹംദുലില്ലാ. അയ്യോ, ഉസ്താദ് ഇത് തുടരാൻ വേണ്ടി ആർക്കണം ഉസ്താദ് ഇൻഷാ അല്ലാ. തീർച്ചയായിട്ടും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ആയിക്കോട്ടെ ശുക്രാൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഈ ഷെയറിങ് മറ്റുള്ളവർക്ക് ഭയങ്കര പ്രചോദനമാണ്. ഷെയറിങ് ചെയ്യുന്ന നമ്മളെ റിസൾട്ടുകൾ ഷെയർ ചെയ്യുമ്പോൾ മറ്റൊരുപാട് ആൾക്കാർക്ക് ഭയങ്കര പ്രചോദനമാണ്. എന്തായാലും സന്തോഷായി. പിന്നെ അടുത്തൊരു ചോദ്യം, ഈ സ്റ്റാർ കൊടുത്തിട്ടും ഉയർന്നു വരാത്ത കുട്ടികൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ശരിക്ക് അതിന് ലെറ്റ് തന്നെ വേണം. സ്റ്റാർ സിസ്റ്റം നമ്മൾ കൊടുക്കുമ്പോൾ ആ സ്റ്റാർ സിസ്റ്റം മീനിങ് ഫുൾ ആകുന്നത് പലപ്പോഴും ലെറ്റ് ട്രെയിനിങ്ങിലൂടെയാണ്. അതുകൊണ്ട് കഴിയുന്നത് ട്രെയിനിങ് ഉപയോഗപ്പെടുത്തുകയാണ് അതിൽ പ്രധാനം. സ്റ്റാർ സിസ്റ്റം കൊടുക്കുന്നത് എങ്ങനെ, എന്താ ചെയ്തത്, ഏതാ ക്ലാസ്, എത്ര കുട്ടികളാണ്, എത്ര ദിവസമാണ് കൊടുത്തത്, ഏതൊക്കെ രീതിയിലാണ് കൊടുത്തത്, ക്രൈറ്റീരിയ എന്തായിരുന്നു, സ്റ്റാർ ബോർഡ് എവിടെയാ വെച്ചത്, ഇത്തരം വിഷയങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാറിനെ കുറിച്ച് എങ്ങനെയാ പറഞ്ഞത്, അങ്ങനെ അത്തരം കാര്യങ്ങളെല്ലാം സ്റ്റാർ സിസ്റ്റത്തിൽ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർ സിസ്റ്റം അതൊക്കെ റെഡി ആണോ നോക്കിയിട്ടാണ് ഇതിലേക്ക് വരേണ്ടത്. അബ്ദുള്ള നെല്ലിക്കുത്ത് എന്നുള്ള ഐഡിയ ആണ് ഞാൻ സംസാരിച്ചത്. പിന്നെ it will better if record these valuable talks. എന്റെ ക്ലാസ് അടിസ്ഥാനത്തിൽ മദ്രസയിൽ നടപ്പിലാക്കുന്ന കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടോ? അതായത് ടൈം ടേബിള് ഡിപ്പെൻഡഡ് ആണ്. അതായത് ആ സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയാണ് എന്ത് ചെയ്യേണ്ടത്, ടൈം ടേബിൾ കൊടുക്കേണ്ടത്.
സാഹചര്യ അടിസ്ഥാനമാക്കിയിട്ടാണ് കൊടുക്കേണ്ടത്. അതായത് കുട്ടികൾ ആരാണ്, അവരുടെ സാഹചര്യം എന്താണ്, അതിനനുസരിച്ചാണ് ടൈം ടേബിൾ എപ്പോഴും സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മളെ സിലബസും കൂടെ ഉണ്ടാവുമല്ലോ. സിലബസ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിന്റെ സിലബസ് വെക്കാതെ ഒരിക്കലും ക്ലാസ്സുകൾ, മദ്രസ ക്ലാസ്സുകൾ എടുക്കരുത്. ക്ലാസ്സിന്റെ സിലബസ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. സിലബസ് എപ്പോഴും ആഴ്ച തോറും സിലബസ് വിലയിരുത്തണം. അങ്ങനെയാണ് സിലബസ് എടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഇത് കിട്ടും. എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഹൗ ടു മേക്ക് KG സ്റ്റുഡൻസ് ടു സിറ്റ് ടു റൈറ്റ്, സ്പെഷ്യലി ബോയ്സ് ഹോം സ്കൂളിംഗ്. KG സ്റ്റുഡൻസിനൊക്കെ സ്കില്ലാണ് ശ്രദ്ധിക്കേണ്ടത്, സ്കില്ലുകളാണ് ശ്രദ്ധിക്കേണ്ടത്. സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസുകളാണ് ശരിക്കും KG സെഷനിൽ ചെയ്യേണ്ടത്. KG സെഷനിലൊന്നും പഠിപ്പിക്കലുകൾ വരാൻ പാടില്ല. അവർക്ക് സ്കിൽ ഡെവലപ്പ് ആകാനുള്ള ആക്ടിവിറ്റീസുകൾ, ഐ മീൻ ഗെയിമുകൾ, ഈ കളികൾ കൊണ്ട് കുട്ടികളിൽ സ്കില്ല് വളരുകയും ആ സ്കില്ലിലൂടെ കുട്ടികൾ സ്കൂളിങ്ങിന് പ്രാപ്തരാകുകയാണ് KG സെഷനിൽ ചെയ്യേണ്ടത്. കിൻഡർഗാർട്ടൻ സെഷനിലൂടെ നടക്കേണ്ടത് എന്താണ്, സ്കൂളിങ്ങിന് പര്യാപ്തമാകുകയാണ് ചെയ്യുന്നത്. സ്കൂളിങ്ങിന് പര്യാപ്തമാകാൻ ചെയ്യേണ്ടത് ഈ സ്കില്ലുകൾ, 100-ലധികം സ്കില്ലുകൾ, ആ സ്കില്ലുകൾ ഡെവലപ്പ് ആകാൻ ആവശ്യമായ ആക്ടിവിറ്റീസുകൾ, ഗെയിമുകൾ സെറ്റ് ചെയ്തിട്ട് അതിലൂടെ അവരെ വളർത്തിക്കൊണ്ടുവരികയാണ് ശരിക്കും അവിടെ ചെയ്യേണ്ടത്. ഞാൻ ചോദിച്ചത് പിന്നെ അറബിയിൽ ഐഡി ചെയ്തത്, അറബിയിലുള്ള എന്താണെന്ന് എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. മുസൈബ് തോന്നുന്നു. അപ്പൊ അതിനാണ് ഞാൻ ആൻസർ പറഞ്ഞത്. മനസ്സിലായിട്ടില്ല, ഇനിയും ഇടപെടുകയൊക്കെ ചെയ്യും. കുട്ടികളുടെ കൂടെ നിന്ന് ദുഃഖങ്ങളിലും സന്തോഷത്തിലും പങ്കുചേരാറുണ്ട്. അവരെ കേൾക്കാൻ സമയം കണ്ടെത്താറുണ്ട്. ഓക്കെ, വെരി ഗുഡ് സബീറ, കൺഗ്രാജുലേഷൻ, ഹനി അല്ലക്കും, വളരെ സന്തോഷം. അപ്പൊ അങ്ങനെയാണ് വേണ്ടത്. അവരുടെ സന്തോഷങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക, അവരുടെ കൂടെ ഒരാളായി മാറുക, അവരുടെ ഒരാളാകുക. അതാണ് അതിലേറ്റവും പ്രധാന ടെക്നിക്ക്. പിന്നെ അത്തരം സംഗതികളിൽ ഇനി ഉള്ള ഇമ്പ്രൂവ്മെന്റ്സിന് ഇനിയും നിങ്ങൾക്ക് ചോദ്യമൊക്കെ ചോദിക്കട്ടോ. നിങ്ങൾക്ക് അതിനുള്ള ഇതുണ്ട്, അനുമതി ഉണ്ട്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെയും മേലോട്ട് പോകാനുള്ള വഴികൾ ട്രെയിനിങ് സിസ്റ്റമാണ്. ഇത് നമ്മൾ 1 ഡേ വർക്ക്ഷോപ്പാണ് വെച്ചത്. ഇതിന്റെ പുറമെ ട്രെയിനിങ് സിസ്റ്റത്തിലേക്ക് വരുന്നത് വളരെ നന്നാണ്. വളരെ അതിൻ്റെതായ ഫലം ഉണ്ടാക്കാൻ പറ്റും. ജസാക്കല്ലാഹു ഖൈറൻ. അൽഹംദുലില്ലാഹ്. തഖബ്ബലല്ലാഹ്. ഈ ട്രെയിനിങ് സിസ്റ്റം ചെയ്യാനുള്ള ഒരു കാരണം ഇതാണ്. അതായത് ഇത്തരം വിഷയങ്ങളുടെ സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റിയ തുടർച്ച ഉണ്ടാകുമ്പോഴാണല്ലോ. ട്രെയിനിങ് സിസ്റ്റത്തിലുള്ള ചെറിയൊരു കാര്യം എന്ന് പറയുന്നത്, ചിലർക്കൊക്കെ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചതനുസരിച്ച്, ഞാനൊക്കെ ചെലവിട്ട് പഠിച്ചതനുസരിച്ച് ഒരു സെഷൻ പോലും 5000 രൂപയുടെ മേലെ ചെലവ്, അത്രയും ചെലവുള്ള രീതിയിലാണ് ഞാൻ പഠിച്ചെടുത്തതൊക്കെ. ഇതൊരു ഫ്രീ കോസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. പക്കാ ചാരിറ്റി. അങ്ങനെയാണ് നമ്മളെ ഈ കോഴ്സ് സെറ്റ് ചെയ്തത്. എന്ന് മാത്രമല്ല, അതിലും പ്രയാസമുള്ളവർ ഒരു പക്ഷെ ഉണ്ടായേക്കാം. അപ്പോ അത്തരം ആൾക്കാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ട്രെയിനിങ് നമ്മുടെ ഹാപ്പി സോൺ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാം. ലീഗലി എല്ലാ നിലക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള, അതോടൊപ്പം ശറഈയായിട്ടും കുഴപ്പങ്ങളില്ലാത്ത രീതിയിൽ, മറ്റ് നഷ്ടസാധ്യതകൾ ഇല്ലാത്ത രീതിയിൽ, അതേസമയം സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ച് എല്ലാ ഇതും പാലിച്ചുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുന്ന വർക്കുകൾ, ഇത്തരം വർക്കുകളുടെ ട്രെയിനിങ് ഉണ്ട്. നിങ്ങളെ ഇതിലേക്ക് പ്രൊമോട്ട് ചെയ്തവരെ തന്നെ കോണ്ടാക്ട് ചെയ്താൽ തന്നെ അവര് നിങ്ങൾക്ക് അതിന്റെ വിശദീകരണങ്ങൾ ശേഷം തരും. ആവശ്യക്കാർക്ക്. ഇനിയും ഇടപെടൊക്കെ ചെയ്യാട്ടോ. ഞാൻ നിങ്ങളുടെ റൈറ്റ് ആണ്, നിങ്ങളുടെ സമയമാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ലൈനിൽ നമ്മുടെ ടീം ആരെങ്കിലും ഉണ്ടോ? റേജു ഉസ്താദ് അല്ലെങ്കിൽ
മറ്റാരെങ്കിലും? അത് റിസാദ് ഇടപെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. മാഷാ അല്ലാ. സലീം ലത്തീഫ് ഉസ്താദ്, മർഹബൻ ബിക്കും. അൽഹംദുലില്ലാ, മർഹബ. പിന്നെ ഞാന് പല ട്രെയിനിങ് ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഒരുവിധം നമ്മളുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ എല്ലാ ട്രെയിനിങ്ങുകളും നടന്നിട്ടുണ്ട്. പക്ഷേ ഞാന് അതിലൊക്കെ കണ്ട ഒരു പോരായ്മ എന്ന് പറഞ്ഞാല് കുറെ പ്രോബ്ലങ്ങൾ ഇങ്ങനെ നിരത്തുന്നല്ലാതെ അതിന്റെ പരിഹാര മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാന് കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പ്, ഒരു മാസം മുമ്പൊക്കെ ഉണ്ടായിരുന്ന കളരാന്തിരി വെച്ച് നടന്ന വൺ ഡേ ട്രെയിനിങ്ങിൽ ഉസ്താദിന്റെ കൂടെ പങ്കെടുത്തത്. അപ്പൊ അതിൽ വലിയ റാഹത്തായി. പല വിഷയങ്ങളും ഇന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തുടർന്ന് ലെറ്റിലും ചേരാൻ എനിക്ക് വലിയ താല്പര്യം വന്നു. അങ്ങനെ ഇപ്പൊ ഞാൻ ലെറ്റില് ജോയിൻ ചെയ്തു. ഇപ്പൊ ലെറ്റിന്റെ ആദ്യ സിറ്റിംഗ് ഒരു ട്രെയിനിങ് ക്ലാസ് നമ്മൾക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് എന്നിലുള്ള കുറെ പോരായ്മകൾ അത് തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു കാര്യമാണ്. വരുന്ന ക്ലാസ്സുകളിൽ അത് തിരുത്താനും കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തുടർന്ന് ഉസ്താദിനോടൊപ്പം തന്നെ സഞ്ചരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും പല കാര്യത്തിലും പിന്നെ കുട്ടികളുമായിട്ട് ഞാൻ ക്ലാസ്സിന് ശേഷം എന്താക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് ചെറിയൊരു അസുഖം കാരണം ക്ലാസ്സിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ക്ലാസ്സിലേക്കുള്ള ഭാഗങ്ങൾ അവരുമായിട്ട് സഹവസിക്കുമ്പോഴേ അവരോട് പെരുമാറാൻ കഴിയുള്ളൂല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 1-2 ആഴ്ച കൂടി കഴിഞ്ഞിട്ടേ ക്ലാസ്സിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പൊ അവിടുന്ന് കിട്ടിയ നിർദ്ദേശങ്ങളൊക്കെ ക്ലാസ്സിൽ ചിലവഴിക്കണമെന്ന്, അത് പ്രയോഗത്തിൽ കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ക്ലാസ് വലിയ ഉപകാരപ്രദമാണ് എന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ലെറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവര് തീർച്ചയായും അതിൽ പങ്കെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ ജീവിതത്തിൽ കുട്ടികളിലേക്ക് മാറ്റം വരുത്താൻ, ഇത് കുട്ടികൾക്കൊരു കാര്യം നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കുട്ടികളൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ മുകളിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കുക എന്നുള്ള വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് മനസ്സിലാക്കുകയും അത് കുട്ടികൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കുകയും നമ്മളെ കേൾക്കാൻ തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളത് അതിനൊക്കെയുള്ള നമ്മുടെ മനസ്സ് അങ്ങോട്ട് മാറുകയാണ് ചെയ്യുക ഇതിലേക്ക് പങ്കെടുക്കുക. എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് തുടർന്ന് കൊണ്ടുപോകാൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാ, എല്ലാ ആശംസകളും നേരുന്നു. അൽഹംദുലില്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. വലിയൊരു പ്രോത്സാഹനമാണ്, വലിയൊരു ശരിയാണ് ആ പറഞ്ഞത്. കാരണം പിന്നെ എന്റെയും പ്രധാനപ്പെട്ട എന്നെ ഇതിന് പ്രേരിപ്പിച്ച പ്രധാന ഘടകവും അതാണ്. ലത്തീഫ് ഉസ്താദ് പറഞ്ഞ പോലെ ഈ അനുഭവങ്ങൾ, മാറ്റങ്ങൾ, ഒന്ന് നമ്മൾ മാറുന്നു, അതുപോലെ നമ്മളെ ഈ സെഷനിൽ വരുന്ന ആ ആൾക്കാർക്ക് സ്വയം ഉണ്ടാകുന്ന മാറ്റം നമ്മൾ വലിയ പവറാന്നല്ല പറയുന്നത്. അതേസമയത്ത് ഈ ഒരു സിസ്റ്റം അത്ര സുഖമുള്ള ഒരു സിസ്റ്റമാണ്. ഭയങ്കരമായിട്ട് നമ്മൾ ചേഞ്ച് ആകും. അപ്പൊ നമ്മൾ അടുത്ത് നിൽക്കുന്ന നമ്മളെ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥി അവര് ചേഞ്ച് ആകുന്നു. ഭയങ്കര നമ്മൾക്ക് ജീവിതം തന്നെ അർത്ഥമാകുന്ന ഒരു സമയമാണ്. അൽഹംദുലില്ലാ. അതിലൊരു ചോദ്യം വന്നത് ഫായിസ, കുട്ടികളിൽ വ്യക്തിത്വം വളർത്തിയെടുക്കാൻ സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ വിശദീകരിക്കുക. 2 കാര്യമാണ്. ഒന്ന്, അവരെ നയിക്കുന്ന അധ്യാപകർ അല്ലെങ്കിൽ അവരെ നയിക്കുന്ന രക്ഷിതാക്കൾ അവരുടെ ജീവിതം സ്വസ്ഥതയുള്ളതും സന്തോഷകരവും ആവുക. നമ്പർ 1. അവരെ നയിക്കുന്ന ആളുടെ ജീവിതം സ്വസ്ഥതയുള്ളതും സന്തോഷകരമാവുക. 2, അവർക്ക് കിട്ടുന്ന പെരുമാറ്റം നോവിക്കുന്നതിന് പകരം അവരെ ആദരിക്കുന്നതാവുക. അവർക്ക് കിട്ടുന്ന പെരുമാറ്റം അവരെ ആദരിക്കുന്നതും അംഗീകരിക്കുന്നതും ആവുക. ഈ 2 കാര്യം ചെയ്താൽ നമ്മുടെ കുട്ടികളുടെ വ്യക്തിത്വം വികസിക്കും. പ്രധാനമായിട്ട് പറഞ്ഞതാണ്, ഒറ്റവാക്കിൽ പറയാവുന്ന ഒരു ഉത്തരം പറഞ്ഞത്. ഒന്ന്, അവരെ നയിക്കുന്ന രക്ഷിതാക്കൾ, അധ്യാപകർ. ഇവരെന്താവുക? അധ്യാപകർ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ്, അധ്യാപികർ എല്ലാം, അധ്യാപികമാർ, ടീച്ചേഴ്സ്, അതുപോലെ പാരന്റ്സ്. ഈ 2 കൂട്ടരും സ്വസ്ഥതയും സന്തോഷവും ഉള്ളവരാവുക. 1. നമ്പർ 2,
അവരോട് കിട്ടുന്ന പെരുമാറ്റം, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ദെൻ ടീച്ചേഴ്സിന്റെ പെരുമാറ്റം. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഉസ്താദുമാര് പെട്ടു, മറ്റ് അധ്യാപകർ, മറ്റ് അധ്യാപികമാർ എല്ലാവരും പെട്ടു. ടീച്ചേഴ്സ്, ആ ടീച്ചേഴ്സിന്റെ അവരോടുള്ള പെരുമാറ്റം ആദരണീയമാവുക, അവരെ അംഗീകരിക്കുന്നതാവുക. ഈ രണ്ട് ഘടകം ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ വ്യക്തിത്വം വികസിക്കും. പെരുമാറ്റം നന്നാകും, വ്യക്തിത്വം വികസിക്കും, അവരുടെ ജീവിതം ചേഞ്ച് ആകും. ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചു. ഒരു ക്ലാസ്സിൽ പോകുന്ന ഒരു അധ്യാപകൻ മുഷിപ്പോടുകൂടെ ക്ലാസ്സിൽ പോകുന്നത് കടുത്ത തെറ്റാണ്. മാനസിക സംഘർഷത്തോടുകൂടെ ക്ലാസ്സിൽ പോകുന്നത് കടുത്ത തെറ്റാണ്. അതുപോലെ മക്കളെ നയിക്കുന്ന രക്ഷിതാക്കൾ എപ്പോഴും സംഘർഷത്തിലും മനപ്രയാസത്തിലിരിക്കുന്നത് ഒരു തെറ്റാണ്. അതിന് പരിഹാരം നമുക്ക് ലഭ്യമാണ്, ചെയ്യണം. അനുഭവങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ എല്ലാവർക്കും സമ്മതമൊക്കെ ഉണ്ട് കേട്ടോ. അനുഭവം ഷെയർ ചെയ്യാനും മറ്റൊക്കെ. പിന്നെ ജുറൈസ, വെൽക്കം. നമ്മള് കഴിഞ്ഞ ആഴ്ച ഒരാളെ കണ്ട് പരിചയപ്പെട്ടിരുന്നു. ആള് പെരിന്തൽമണ്ണ അടുത്തുള്ള ഒരു എഞ്ചിനീയർ ആണ്. വലിയ ഒരു സാമ്പത്തികമായി ഉയർന്ന, വളരെ ഉഷാറായിട്ടുള്ള ഒരു ഫാമിലിയുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. പിന്നെ ലെറ്റുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് ഷെയർ ചെയ്തു. അതായത് അവര് പറയാണ്, ഇപ്പൊ എഞ്ചിനീയറിംഗ് പൂർത്തീകരിച്ച് ബിസിനസ് മേഖലയിലേക്കൊക്കെ കടന്നിട്ട് വർക്ക് ചെയ്യുന്നവരാ. അന്ന് പറഞ്ഞ പിന്നെ ഞാൻ ഈ ലെറ്റിൽ ജോയിൻ ചെയ്തതോടുകൂടെ എൻ്റെ ടോട്ടലി ലൈഫിനെ നമ്മൾ കാണുന്ന, അതുപോലെ അതിനോട് പ്രവർത്തിക്കുന്ന രീതി കംപ്ലീറ്റ്ലി മാറി എന്നുള്ളത് ഒരുപാട് എനിക്ക് ഉപകരിച്ചു എന്ന് പറയാം. എന്നിട്ട് പറയുന്നത്, ഞാൻ കോയമ്പത്തൂരിലായിരുന്നു എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്നത്. ഞാൻ ഓരോ ആഴ്ചയിലും എന്നിട്ട് കോഴിക്കോടേക്ക് വരും ഈ ലെറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം. അതിന്റെ ഒരു ഉപയോഗം എന്റെ ജീവിതത്തിൽ കിട്ടിയോണ്ട് അത് ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു സംഗതിയാണ്, എന്റെ ലൈഫ് മാറ്റിമറിച്ചിട്ടുള്ള ഒരു സംഗതിയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. ആരോ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു ടീച്ചറിന് ഉണ്ടാവേണ്ട ധാർമ്മിക മൂല്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. ധാർമ്മിക മൂല്യം തന്നെയാണ് പ്രധാനമായിട്ട് ടീച്ചറിന് ഉണ്ടാവേണ്ട മൂല്യം എന്ന് പറയുന്നത്. സ്വസ്ഥതയുള്ള ജീവിതം നമുക്കുണ്ട്. നമ്മുടെ ഒരു ടീച്ചറുടെ ജീവിതം സ്വസ്ഥതയുള്ളതാവുക, സന്തോഷമുള്ളതാവുക, അവരുടെ ധാർമ്മിക ഉത്തരവാദിത്തം. അതുപോലെ മറ്റു പ്രധാനപ്പെട്ട സംഗതികൾ, നമ്മുടെ കുട്ടികൾക്ക് തുടരാൻ പറ്റണം. നമ്മൾ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാൽ കുട്ടികൾ മോശമാകാൻ പാടില്ല. നമ്മൾ കാണിക്കുന്നത് പോലെയുള്ള മുഖഭാവം കാണിച്ചാൽ കുട്ടികൾ മോശമാകാൻ പാടില്ല. ഇപ്പൊ ഒരു അധ്യാപകൻ ഒരു കുട്ടിയോട് വിളിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ വിളി പോലും ഒരു അഹങ്കാരത്തിന്റെ വിളിയാണ്. ആ വിളിക്കുന്നതിന് പകരം ഒന്ന് റെസ്പെക്റ്റീവായിട്ട് ഇഷാറത്ത് ശീലിക്കുക. അതുപോലെ ഡോ എന്ന് വിളിക്കുന്നതിന് പകരം മോനെ എന്ന് വിളിക്കുക. അങ്ങനെ പെരുമാറ്റങ്ങളെല്ലാം നമ്മളെ ഫോളോ ചെയ്യാൻ പറ്റണം. അതാണ് അതിന്റെ ഒരു മൂല്യം എന്നുള്ളതിന്റെ അടുത്ത ഒരു വിവരണം. ധാർമ്മിക മൂല്യങ്ങൾ, നമ്മളുണ്ടാകേണ്ട ധാർമ്മിക മൂല്യങ്ങൾ ഇതാണ്. ഒന്നാമത്തെ ധാർമ്മിക മൂല്യം എന്ന് പറയുന്നത് നമ്മൾ സ്വസ്ഥതയുള്ളവരാവുക. നമ്മൾ ആശങ്കകളും ടെൻഷനും സ്ട്രെസ്സും ഇതെല്ലാം കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ അത് മൂല്യച്യുതിയാണ്. അത് തിരുത്തണം. നമ്മൾ ടീച്ചേഴ്സ് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്ന സമയത്ത്, നമ്മുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഒക്കെ ലെറ്റ് തന്നെയാണ് പ്രധാനമായിട്ട്. അതിൽ നമ്മൾ ആദ്യം ചെയ്യാൻ നമ്മുടെ ലൈഫിനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്, പ്യൂരിഫിക്കേഷൻ നടത്തുന്നത്. പിന്നെ അവർ ലൈഫ് നമ്മുടെ സ്വന്തം ലൈഫാണ്. അതുകൊണ്ട് തന്നെ അത് മാറുമ്പോ അപ്പുറം മാറുന്നു. കണ്ടിന്യൂ ചെയ്യാം.
എന്നെയും ഞെട്ടിച്ചൊരു വിവരമാണ് ജുറൈസ് സാർ നേരത്തെ പറഞ്ഞ വിവരം. അത് എന്നെ തന്നെയും ഒരുപാട് അത്ഭുതപ്പെടുത്തിയ, കാരണം അത്രയും ദൂരത്ത് നിന്ന് ലഭിച്ചു വരിക എന്ന് പറയുന്നത് ഭയങ്കര സംഭവം തന്നെയാണ്. പക്ഷെ അയാൾക്ക് അത്രയും നേട്ടമുണ്ടായിട്ടുണ്ട്. അയാൾ ഇവിടെയും പറയും, ജുറൈസ് സാറിനോട് പറഞ്ഞ ഞാൻ അറിയില്ലാണ് അറിയുന്നത്, അയാൾ എവിടെ അത് പറയും. ലെറ്റിന്റെ ഒരു പൊതു സ്വഭാവം അതാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ പഠിച്ചത് ആരും മറച്ചു വെക്കാറില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ ഈ സംഗതികൾ ഈ രീതിയിൽ പഠിച്ചു. എന്റെ മതപഠനവും പ്രാഥമികമായി എന്റെ ഭൂരിഭാഗവും മതപഠനവും കാര്യങ്ങളൊക്കെ ഞാൻ വളർന്നതൊക്കെ എന്നെ വളർത്തിയതൊക്കെ ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദാണ്. അതിനുശേഷം കാന്തപുരം ഉസ്താദാണ്. അപ്പോ അതിനുശേഷം എനിക്ക് ഇത്തരം വിഷയങ്ങൾ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ എന്നെ ഏറ്റവും ഒരാൾ, പ്രധാനപ്പെട്ട ഒരാൾ അബ്ദുമാഷാണ്, മാനിപുരത്തുകാരനായ അബ്ദുമാഷാണ്. പിന്നെ എനിക്ക് വളരെ സഹായകമായ മറ്റൊരു വ്യക്തി വിവി ജോസഫ്. ഇത്തരം വിഷയങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് സഹായകമായത് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം, അദ്ദേഹത്തിന്റെ കോഴ്സുകളും അദ്ദേഹത്തിന്റെ പുസ്തകവും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റു പലതും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ പ്രധാനമായി ഇവരെ എടുത്തു പറയത്തക്കതാണ്. പിന്നെ ഇതിലെല്ലാം എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച മറ്റൊരു ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളാണ്. പ്രത്യേകിച്ച് ഇമാം അലി റളിയല്ലാഹുവിന്റെ ഗ്രന്ഥം, പ്രത്യേകിച്ച് ആ ഗ്രന്ഥമാണ് വല്ലാതെ ആകർഷിച്ചതും വല്ലാതെ എന്നെ ഈ റൂട്ടിലേക്ക് ആ ഒരു ഗ്രന്ഥമാണ്. ഇമാമിന്റെ വിശേഷിച്ച മറ്റൊന്ന് അയ്യുഹൽ വലത്. ഈ രണ്ട് ഗ്രന്ഥങ്ങളാണ് വല്ലാതെ മോട്ടിവേറ്റ് ചെയ്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഉസ്താദേ. മാഷാ അല്ലാഹ്. വലൈക്കും അസ്സലാം. അതില് ഉണ്ടായിരുന്നു ലാസ്റ്റ് പിന്നെ ക്വസ്റ്റ്യൻ ആൻസറിന്റെ സമയത്ത് എത്തിയ, തുടക്കത്തിൽ എത്താൻ പറ്റിയിട്ടില്ല. ഓഡിയോബിളാണോ? ഓഡിയോബിളാണ്, കേൾക്കാം. സന്തോഷായി, സന്തോഷായി. ഞാൻ നിങ്ങളെ പേര് കണ്ടപ്പോ നിങ്ങളാണെന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചു. ക്ലാസ്സുകളും പിന്നെ ചോദ്യോത്തരങ്ങളൊക്കെ വളരെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കേട്ടിരിക്കായിരുന്നു, നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആകണ്ടെന്ന് വിചാരിച്ചു. കഴിഞ്ഞു വിചാരിക്കുന്നു. ഞാനിങ്ങനെ ഇടപെടുന്നത് പിന്നെ ആവൂലെന്നും വിചാരിക്കുന്നു. പിന്നെ നമ്മള് കാലഘട്ടത്തിൽ ഇപ്പൊ എന്തായാലും ഈ പിന്നെ അധ്യാപനം എന്ന് പറഞ്ഞത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതി ആയതുകൊണ്ട് ഒരിക്കലും ആർക്കും മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്ത ഒരു വിഷയം ആയിട്ട് മാറുന്ന ഒരു സാഹചര്യത്തില് ഇതുപോലുള്ള ഒരു വിഷയത്തിൽ ഇപ്പോ 1-2 പീരീഡ് നമുക്കൊരു ക്ലാസ് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാകുന്ന ഈ സമയത്ത് ഉസ്താദിന്റെ ലെറ്റിന്റെ ക്ലാസ്, അതിൽ ട്രെയിനിങ്ങോ ഒരുപാട് പിന്നെ അല്ല, ഞാൻ പങ്കെടുക്കാൻ ഇതുവരെ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അതിനുള്ള അവസരങ്ങൾ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പക്ഷെ ഒരു കാഷ്വൽ ടോക്ക് അതല്ലെങ്കിൽ ഒരു കുറഞ്ഞ കാലത്തെ ബന്ധം കൊണ്ട് തന്നെ 2 പീരീഡ് സമയം മാത്രമല്ല, പിന്നെ 24 കുട്ടികളോട് കൂടെ നടന്ന് ഒരു ഹോസ്റ്റൽ സംവിധാനത്തിൽ വരെ ഈ ഒരു ഡീലിങ്ങിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് നടന്നപ്പോ വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എന്നുള്ളത് ഒരു ചെറിയ കാഷ്വൽ ടോക്കിലൂടെ മനസ്സിലായിട്ടുണ്ട്. വളരെ ഉപകാരപ്പെടുന്ന ഒരു പിന്നെ എന്നെ പോലും അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളായിരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങളായിട്ട് ഹോസ്റ്റൽ ലൈഫിലും പിന്നെ ടീച്ചിങ് മേഖലകളിലും ഇങ്ങനെ 2-3 വർഷമായിട്ട് അതിലുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ലാസ്റ്റ് കാലയളവിൽ ഉസ്താദുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഉള്ള എൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. അപ്പൊ അതെങ്ങനെ അതിനുള്ള ഇത് അറിയിക്കണം എന്നറിയില്ല. അപ്പോ ക്ലാസ് കിട്ടിയിട്ടില്ല എനിക്ക്. അപ്പൊ പിന്നെ ലെറ്റും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ട്രെയിനിങ്ങിലും പങ്കെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് സാഹചര്യങ്ങളെ കൊണ്ട് ഇതിൽ നിന്നും മാറി നിൽക്കാൻ പറ്റാത്തൊരു അവസരത്തിൽ തുടർന്ന് പോവാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ ആ ഒരു മേഖലയിലേക്ക് കടന്ന് വരാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി തരുന്ന പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും കൂടെ തന്നെ ഉണ്ടാവും. വളരെ ADHD ആയ കുട്ടികളെ ഇൻട്രസ്റ്റോടെ ഇരുത്താൻ എന്ത് ചെയ്യണം? ഫേംനെസ് വിത്തൗട്ട് ആങ്കർ. ഇനി ഇവിടെ കൂടുതൽ സംസാരിക്കുന്നില്ല, ഒറ്റവാക്കിൽ പറഞ്ഞവിടെ നിർത്താം. ADHD ആയ കുട്ടികളെ ചെയ്യേണ്ടത് ഫേംനെസ് വിത്തൗട്ട് ആങ്കർ ആണ്.
അതായത് അവരോട് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഫേംനെസ് ആവുക. ഫേം ആയിട്ട് പെരുമാറുക എന്നുള്ളത് എന്താണ്? ലവ് ലാംഗ്വേജ് ആണ്, സ്നേഹ ഭാഷയാണ്. ഇപ്പൊ ADHD കുട്ടികളെ അവിടെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ മുമ്പ് സംസാരിച്ച ഭാഗങ്ങളൊക്കെ ഉണ്ട്, ഞാനത് വല്ലാതെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ADHD ആയ കുട്ടി എന്ന് പറയണമെങ്കിൽ സത്യത്തില് എന്ത് വേണം? ഒരു 7 വയസ്സിന് മുന്നേ 6 മാസമെങ്കിലും കണ്ടിന്യൂ ആയിട്ട് ഒരു ഒഫീഷ്യൽ റെമഡി, ഒരു റെമഡിയേറ്റർ, ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ചെയ്തിട്ട് അതിന് പരിഹാരം ആകാതിരുന്നാലാണ് ADHD എന്ന് പറയേണ്ടത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് പറയേണ്ടത്? ADHD സിംറ്റംസ് ഉള്ള കുട്ടി എന്നാണ് പറയേണ്ടത്. എന്താ ഞാൻ അങ്ങനെ പറയുന്നത്? ADHD ഇല്ല, അതിന്റെ സിംറ്റം മാത്രം ഉണ്ടാകാം. അങ്ങനെ അതിന്റെ അടയാളം മാത്രം ഉണ്ടായാൽ അതുകൊണ്ട് മാത്രം ആ കുട്ടിക്ക് ADHD ഉണ്ടെന്ന് പറയാൻ കഴിയണമെന്നില്ല. അപ്പോ ആ അടയാളങ്ങൾ പരിഹരിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഞാൻ ആ ചോദ്യം വരുമ്പോഴേക്ക് അങ്ങനെ തന്നെ ചോദ്യത്തെ അംഗീകരിച്ച് തോന്നരുതല്ലോ. അവിടെ എന്ത് ചെയ്യണം? ഒന്നാമത്തത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, രണ്ടാമത്തത് ഫേംനെസ്, ഫേം ആയിട്ട് പെരുമാറുക. അതാണ് അവിടെ ഉപയോഗിക്കേണ്ടത്, ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മർഹബൻ. ഉസ്താദിന്റെ ക്ലാസ്സിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിരന്തരം കുറെ ക്ലാസ്സുകളിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ കുറെ അധ്യാപന മേഖലയിലും അതുപോലെ ഫാമിലിയിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു വന്നത്. അതുകൊണ്ട് ക്ലാസ്സുകൾ കേട്ട് ഉസ്താദ് പറഞ്ഞതുപോലെ പ്രാക്ടിക്കൽ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന സന്തോഷം അറിയിക്കുകയാണ്. ഇപ്പോൾ വരാൻ കാരണം ADHD ഒരു ചോദ്യം കേട്ടപ്പോൾ എൻ്റെ അടുത്ത് ഒരു 6 മാസം മുമ്പ് ഞാൻ ഇതേ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഞാൻ മുമ്പ് ഇപ്പൊ ഉള്ള സ്ഥാപനത്തിലല്ല, മുമ്പ് ഒരു മദ്രസയിൽ ജോലി ചെയ്യുമ്പോൾ 3-ാം ക്ലാസ് പഠിപ്പിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു ADHD ഉള്ള ഒരു കുട്ടി. എൻ്റെ പ്രധാനപ്പെട്ട ഹോബി അടങ്ങിയിരിക്കില്ല എന്ന് മാത്രമല്ല, അടുത്തുള്ള കുട്ടികളെ, അപ്പുറത്തും ഇപ്പുറത്തുള്ള കുട്ടികളെ തോണ്ടിയിട്ടും ബുദ്ധിമുട്ടിച്ചിട്ടും അവരെ ശ്രദ്ധ നശിപ്പിക്കുക എന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഉസ്താദ് എനിക്ക് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പരിഹാരമായിരുന്നു ഇപ്പൊ പറഞ്ഞ ഫേംനെസ് വിത്തൗട്ട് ആങ്കർ. അതുപോലെ അവർക്ക് പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക. ഒരു കാരണോ, പ്രത്യേകിച്ച് ഒരു കാരണോ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കിയിട്ട് അവർക്ക് പോസിറ്റീവ് സ്ട്രോക്ക് പോയിന്റ് ആയിട്ടോ, ഒരു ചിരിയായിട്ടോ, ഒരു നല്ല സംസാരമായിട്ടോ, ആ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് ഒന്ന് കൊടുത്തപ്പോൾ നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ആ ഒരു കാരണത്താൽ തന്നെ എനിക്ക് ക്ലാസ്സിലുള്ള അവനെ കൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും ഇല്ലാതായിട്ടുണ്ട്. ആ പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടാൻ വേണ്ടി എല്ലാ ദിവസവും എൻ്റെ അടുത്ത് വരും. അതുപോലെ എന്തെങ്കിലുമൊക്കെ അവൻ ചെയ്യും, അടങ്ങിയിരുന്നിട്ടും മറ്റുമായിട്ട്. അത് കിട്ടാൻ വേണ്ടി മാത്രം ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു ചിരിയോ ഒരു മാർക്കോ. അപ്പൊ അത് എനിക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ട് ഇപ്പൊ ആ ചോദ്യം കേട്ടപ്പോ ഇപ്പൊ ഇങ്ങനെ പറയണമെന്ന് തോന്നി. തീർച്ചയായിട്ടും ഞാൻ ഇത്തരം പറയുന്നതിനേക്കാൾ ബെറ്റർ ആണ് നിങ്ങൾ. കാരണം അനുഭവങ്ങൾ ആണല്ലോ അത്. നമ്മള് 100 കൂട്ടം അനുഭവങ്ങൾ ഉണ്ടെങ്കിലും നമ്മള് ഇതാ പറയുന്നത്. ഇപ്പൊ ഇതൊരു അനുഭവമാണ്. അന്ന് ചോദിക്കുന്ന സമയത്ത് സത്യത്തിൽ നജാബ് സഖാഫി കുടുങ്ങിയിട്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അതായത് അതൊന്നും പരിഹാരം ആകൂല എന്ന ഒരു ബോധ്യം പോലുള്ള അവസ്ഥയിൽ നിന്നാണ് സത്യത്തിൽ ആ ചോദ്യം ആ കുട്ടിയെ പറ്റി അന്ന് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ സമയം കഴിയുമ്പോഴേക്ക് നല്ല പരിഹാരമായിട്ട് ആ കുട്ടി നേരെയായി, വളരെ ഹാപ്പിയായി, സന്തോഷമായി. ഇത് നമ്മളിപ്പോ ചോദിച്ച ആൾക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു, ഉപകാരപ്പെട്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നജാബ് സഖാഫിക്ക് സന്തോഷം അറിയിക്കുന്നു, പ്രത്യേകിച്ച്. ജസാക്കല്ലാഹു ഖൈർ. ആമീൻ. ഇനി കൂടുതൽ ചോദിക്കാനില്ലെങ്കിൽ ജുറൈദ് ഉസ്താദ് വൈൻഡ് അപ്പ് ചെയ്തു. യു ആർ വെൽക്കം. നസ്ന ചോദിക്കുന്നുണ്ടോ?
സെഷൻ വൈൻഡപ്പ് ചെയ്യാം ഉസ്താദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി ഏകദേശം 1.5 മണിക്കൂറോളം നമ്മൾ ഇരുന്ന് സംസാരിച്ചു ഒരൊറ്റ ടോപ്പിക്കില്. എങ്കിലും ഇത്ര ദീർഘസമയമാണെങ്കിലും അങ്ങനെയൊന്നും പിന്നെ തോന്നാത്ത വിഷയത്തിൽ വളരെ ഓൾറെഡി ഇവിടെ പലരും ഷെയർ ചെയ്തു ഒരുപാട് അനുഭവങ്ങൾ. എന്റെ ജീവിതത്തിലും ഞാൻ ഇതുപോലെ ഈ മേഖലയിലേക്ക് പല മേഖലയിലും വർക്ക് ചെയ്തും പഠനം നടത്തിയും അവസാനം ഈ മേഖലയിലേക്ക് തിരിയാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഇതിന്റെ ഒരു റിസൾട്ടും ഇത് തന്നെയാണ് കൂടുതൽ ഉപകാരപ്പെടുക എന്നുള്ളതാണ്. പ്രധാനമായിട്ട് നമ്മുടെ ഹാപ്പി സോൺ അവതരിപ്പിക്കുന്ന 4-5 പ്രൊജക്റ്റുകൾ ഉണ്ട്. അഥവാ വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കും അയാളുടെ ഫാമിലിക്കും അയാൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും ഒക്കെ ഉപകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു സൊസൈറ്റിയെ ഫിൽട്ടർ ചെയ്ത് അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് എഡ്യൂക്കേറ്റ് ചെയ്ത് ട്രെയിൻ ചെയ്ത് ഒരു വലിയൊരു സൊസൈറ്റിയെ വളർത്തുക എന്നുള്ളതാണ് ഹാപ്പി സോണിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അതിലേക്കുള്ള ഓരോ കാൽവെപ്പുകളുമാണ് നമ്മുടെ ഈ ഓരോ 1 ഡേ വർക്ക്ഷോപ്പ് സെഷനുകൾ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേർ നമ്മളോട് കൂടെ ചേർന്നു. അവരും അവരുടെ കുടുംബവും അതുപോലെ അവർ ഉൾപ്പെട്ടിരിക്കുന്ന സൊസൈറ്റിയും ഡെവലപ്പ് ആവും. അതിന്റെ ഈ ജീവിച്ച അനുഭവങ്ങൾ പറഞ്ഞ അനുഭവങ്ങൾ തന്നെ നമുക്ക് വലിയ സന്തോഷത്തോടു കൂടെ ഹാപ്പി സോണിലേക്ക് സ്വാഗതം ചെയ്യുകയും വിഷയങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രധാനമായും ഉസ്താദ് അവറുകൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ മറ്റൊരു സെഷനിൽ ദൂരത്തേക്ക് പോയി ഈ സെഷനൊക്കെ കഴിഞ്ഞ് പിന്നീട് നമുക്ക് വേണ്ടി മാത്രം ഈ സമയത്ത് എത്തി പെട്ടെന്ന് സെഷനിൽ ഇരുന്നതാണ്. ഉസ്താദിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് 3 സ്വലാത്തോടു കൂടെ പിരിയാമെന്ന് കരുതുന്നു. പിരിയാം.